കോൺഗ്രസിനെ വിറപ്പിക്കാനുള്ള മാണിയുടെ തന്ത്രം ബൂമറാങ്ങായോ? കേരള കോൺഗ്രസിൽ പിളർപ്പ് അനിവാര്യമോ? UDFന്റെ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്ന് മാണിയോട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തൽക്കാലത്തെ വികാര പ്രകടനം മാത്രമോ? എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ഉൾപാർട്ടി കലാപത്തിന് പിന്നാലെ കോട്ടയം കൂട്ടുകെട്ടിൽ ദ്വിമുഖ തന്ത്രവുമായി KM മാണി. CPIഎമ്മുമായി ചേർന്നത് നിർഭാഗ്യകരം. ഇടതിനോട് അസ്പർശ്യത വേണ്ടെന്നും മാണി. കോട്ടയം ജില്ലാ പഞ്ചായത്തിലുണ്ടായത് കുറച്ച് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. നിർഭാഗ്യകരമായ പ്രാദേശികമായി മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടൊന്ന് തൊട്ടുപോയി എന്നത് വലിയൊരു അപരാധമായിട്ടൊന്നും കോൺഗ്രസ്സുകാർ ഇപ്പോൾ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. പുതിയ കൂട്ടുകെട്ട് പരാജയപ്പെടുമെന്ന് PJ ജോസഫിന്റെ മുന്നറിയിപ്പ്. എതിർപ്പ് പരസ്യമാക്കി മാണി ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റും. KM മാണിയുടെ LDF പ്രവേശനം അജണ്ടയിലില്ലെന്ന് CPIM കേന്ദ്ര നേതൃത്വം. വിമർശനം കടുപ്പിച്ച് CPI. മാണിക്ക് യൂദാസിന്റെ ഗതി വരുമെന്ന് MM ഹസൻ. KM മാണി സാറിനും അദ്ദേഹത്തിന്റെ മകനും കേരള രാഷ്ട്രീയത്തിൽ യൂദാസിന്റെ അതേ അനുഭവം ഉണ്ടാവും. രാഷ്ട്രീയ ആത്മഹത്യ അവർ നടത്തേണ്ടി വരും. UDFന്റെ കട്ടിൽ കണ്ട് മാണി ഇനി പനിക്കേണ്ടെന്ന് KC ജോസഫ്. മണക്കാട് പ്രസംഗത്തിന്റെ പേരിൽ MM മണിക്കെതിരെയുള്ള ആദ്യ കേസ് തൊടുപുഴ കോടതി തള്ളി. മൂന്നാർ വിഷയത്തിൽ CPIയെയും VSനെയും വിമർശിച്ച് S രാജേന്ദ്രൻ. VS പറയുന്നത് ആ വസ്തുതയോടുകൂടി, അദ്ദേഹം കാണുന്ന വസ്തുതയോടുകൂടി ഞങ്ങൾക്ക് യോജിപ്പില്ല. അദ്ദേഹം കണ്ട കയ്യേറ്റം ഏതാണ് എന്ന് കണക്കാക്കുന്നുമില്ല. കോട്ടക്കമ്പൂർ ഭൂമിയിടപാടിൽ ജോയ്സ് ജോർജിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. അതിർത്തിയിൽ അതിക്രമം തുടരുന്ന പാക് സൈന്യത്തിന് തിരിച്ചടി നൽകുമെന്ന് സൂചിപ്പിച്ച് കരസേനാ മേധാവി. ഷോപ്പിയാൻ മേഖലയിലെ 20 ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണ സാധ്യതയെന്ന് റിപ്പോർട്ട്. തൃശൂർ പൂരത്തിന്റെ വിളംബരം അറിയിച്ച് തെക്കേ ഗോപുര നട തുറന്നു. നാളത്തെ പൂരം ചടങ്ങുകൾക്കായി ശക്തന്റെ തട്ടകമൊരുങ്ങി. ഉൾപാർട്ടി കലാപത്തിന് പിന്നാലെ കോട്ടയത്ത് CPIഎമ്മുമായി കൂട്ടുകൂടിയതിൽ നിലപാട് മാറ്റി KM മാണി രംഗത്ത്. കോട്ടയം കൂട്ടുകെട്ട് ദൗർഭാഗ്യകരമാണെന്നും ഇത് പുതിയ രാഷ്ട്രീയ സഖ്യത്തിനുള്ള ചുവടുവയ്പല്ലെന്നും KM മാണി വിശദീകരിച്ചു. എന്നാൽ CPIഎമ്മിനോട് അസ്പർശ്യത കൽപ്പിക്കേണ്ടതില്ല. കോട്ടയം DCCയുടെ പ്രകോപനങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും KM മാണി കൂട്ടിച്ചേർത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ KM മാണി വ്യക്തമാക്കി. പ്രാദേശിക നിലപാട് മാത്രമാണ് കോട്ടയത്തേത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും KM മാണി പറഞ്ഞു. കുറച്ച് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. നിർഭാഗ്യകരമായ പക്ഷെ അതൊന്നും കേരള കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വം എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലൊന്നും ഉണ്ടായതല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമല്ല. എന്നാൽ CPIഎമ്മുമായി രാഷ്ട്രീയ അസ്പൃശ്യതയോ അന്ധമായ വിരോധമോ ഇല്ല. പ്രാദേശികമായി മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടൊന്ന് തൊട്ടുപോയി എന്നത് വലിയൊരു അപരാധമായിട്ടൊന്നും കോൺഗ്രസ്സുകാർ ഇപ്പോൾ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് ഇത് വലിയ രാഷ്ട്രീയ വഞ്ചനയാണെന്നൊന്നും പറയേണ്ട കാര്യവുമില്ല. എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള മുൻകൂറുള്ളൊരു നടപടിയല്ല ഇത്. ഇത് പ്രാദേശികമായി തികച്ചും വന്നതാണ്. UDFുമായി കേരള കോൺഗ്രസ് കരാർ ഉണ്ടാക്കിയിട്ടില്ല. UDFിൽ തുടരണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. കോട്ടയം DCCയുടെ നിലപാടാണ് UDF വിടാൻ കാരണമെന്നും മാണി പറഞ്ഞു. എൻ്റെ രാഷ്ട്രീയമായ നിലപാട്, കേരള കോൺഗ്രസ് നിലപാട് UDFിൻ്റെ കൂടെ നിൽക്കണമെന്നായിരുന്നു. പക്ഷേ അതിന് ഭംഗം വരുത്തിയത് കോട്ടയം DCCയുടെ പ്രകോപനപരമായ അധിക്ഷേപാർഹമായിട്ടുള്ള പ്രസ്താവനകളാണ് കേരള കോൺഗ്രസിനെതിരെ. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയുടെ നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല. തനിക്കും PJ ജോസഫിനുമിടയിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലെന്നും KM മാണി പറഞ്ഞു. എൻ്റെ നിലപാട് തന്നെയാണ് ജോസഫിൻ്റെ നിലപാട്. ഇത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ കേരള കോൺഗ്രസിൽ വലിയ ഭിന്നത ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് നിലപാട് മാറ്റി KM മാണി തന്നെ രംഗത്തെത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കോട്ടയത്ത് CPIഎമ്മുമായി കൂട്ടുകൂടിയതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ എതിർപ്പ് ശക്തം. പുതിയ കൂട്ടുകെട്ട് പരാജയപ്പെടുമെന്ന് പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് മുന്നറിയിപ്പ് നൽകി. കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് മാണി ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് EJ അഗസ്തി രാജിവെച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPIഎമ്മുമായി സഹകരിച്ചത് പ്രാദേശിക തീരുമാനമാണെന്നും നേതൃത്വത്തിന് അതിൽ പങ്കില്ലെന്നുമാണ് KM മാണിയുടെ വിശദീകരണം. എന്നാൽ കേരള കോൺഗ്രസിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ CPIഎമ്മുമായി ഇത്തരമൊരു നീക്കുപോക്ക് നടത്തണമെങ്കിൽ അത് KM മാണിയുടെയും ജോസ് കെ മാണിയുടെയും പിന്തുണയില്ലാതെ നടക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിലേറെയും. മോൻസ് ജോസഫ് MLA ഇന്നലെ തന്നെ കോൺഗ്രസിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് PJ ജോസഫ് നടപടി നിർഭാഗ്യകരമെന്നും കൂട്ടുകെട്ട് പരാജയമാകുമെന്നും കൂടിയാലോചന നടത്താതെ എടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം MBA അദ്ദേഹം അറിയിച്ചു. എൻ്റെ തീരുമാനങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും വ്യക്തമായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായിട്ടും
വിശ്വാസ്യതയുടെ ഭാഗമായിട്ടുള്ളതാണ് അഭിപ്രായങ്ങൾ. അതേസമയം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകി. കെ.എം. മാണിയുടെ തീരുമാനം പ്രവർത്തകർ തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണിതെന്ന് DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് പറഞ്ഞു. നിലവിൽ അസംതൃപ്തരായ കേരള കോൺഗ്രസ് നേതാക്കളിൽ പലരും വരും മണിക്കൂറുകളിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം. കോട്ടയം കൂട്ടുകെട്ടിന്റെ പേരിൽ കെ.എം. മാണിക്കെതിരെ എതിർപ്പ് കടുപ്പിച്ച് കോൺഗ്രസും CPIയും. UDFന്റെ കട്ടിൽ കണ്ട് ഇനി കെ.എം. മാണി പനിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നടിച്ചു. CPIM രാഷ്ട്രീയ ധാർമ്മികത കാട്ടിയില്ലെന്ന് CPI മുഖപത്രം വിമർശിച്ചു. കോട്ടയം കൂട്ടുകെട്ട് നിർഭാഗ്യകരമാണെന്ന് കെ.എം. മാണി ഏറ്റു പറഞ്ഞിട്ടും കടുത്ത വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. കെ.എം. മാണിയെയും ജോസ് കെ മാണിയെയും കാത്തിരിക്കുന്നത് യൂദാസിന്റെ അനുഭവമാണെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ പറഞ്ഞു. രാഷ്ട്രീയ കേരളം ഇവർക്ക് മാപ്പ് നൽകില്ല. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനെ വഞ്ചിച്ച കെ.എം. മാണി സാറിനും അദ്ദേഹത്തിൻ്റെ മകനും കേരള രാഷ്ട്രീയത്തിൽ യൂദാസിന്റെ അതേ അനുഭവം ഉണ്ടാവും. UDFന്റെ ഭാഗമായി ജനപ്രതിനിധികളായവർ ആ സ്ഥാനങ്ങളിൽ തുടരുന്നതിന്റെ ധാർമ്മികതയും ഹസൻ ചോദ്യം ചെയ്തു. കോൺഗ്രസിനെയും UDFനെയും വഞ്ചിച്ചിട്ട് ഇനി ആ ജനവിധിയുമായി മുമ്പോട്ട് നീങ്ങുന്നത് രാഷ്ട്രീയമായ ഒരു അധാർമികതയാണ്. കെ.എം. മാണിയുടെ പുതിയ ഏറ്റുപറച്ചിൽ വെറും നാടകം മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ് MLA കുറ്റപ്പെടുത്തി. കോൺഗ്രസുമായി സഹകരിച്ചു പോകാനുള്ള ഒരു കട്ടിൽ കണ്ട് ശ്രീ കെ.എം. മാണി പനിക്കണ്ട. ജോസ് കെ മാണി BJPയുമായി ബന്ധപ്പെട്ട് മന്ത്രിയാകാൻ ശ്രമിച്ച ആളാണല്ലോ. ആ ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ഓപ്ഷൻ നോക്കട്ടെ. ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോക്കോളാം. ഇതിനിടെ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം മാണിയുടെ യാത്ര കനാലിലേക്കോ നരകത്തിലേക്കോ എന്ന മുഖപ്രസംഗത്തിലൂടെ കോട്ടയം കൂട്ടുകെട്ടിനെ രൂക്ഷമായി വിമർശിച്ചു. കേരള കോൺഗ്രസ് CPIMന്റെ സഹായം സ്വീകരിച്ചത് രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതാണെന്ന് വീക്ഷണം ചൂണ്ടിക്കാട്ടി. കോട്ടയം കൂട്ടുകെട്ടിനെ CPIMനെ വിമർശിച്ച് CPI മുഖപത്രം മുഖപ്രസംഗം എഴുതി. അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച മാണി ഗ്രൂപ്പിന് CPIM നൽകിയ വോട്ട് ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിച്ച് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ജനേകം വിമർശിക്കുന്നു. കോൺഗ്രസിനോടും BJPയോടും ഒരേ സമയം വിലപേശുന്ന മാണി ഗ്രൂപ്പ് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ബന്ധുവാകിയെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. കെ.എം. മാണിയുടെ LDF പ്രവേശനം സംബന്ധിച്ച ചർച്ച ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് CPIM കേന്ദ്ര നേതൃത്വം. മുന്നണി വിപുലീകരണം സംബന്ധിച്ച ചർച്ച ആദ്യം നടക്കേണ്ടത് കേരളത്തിൽ LDFിലാണെന്നും CPIM വൃത്തങ്ങൾ വ്യക്തമാക്കി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥിയെ CPM പിന്തുണച്ചത് പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. നീക്കുപോക്കിന് കാരണമെന്താണെന്ന് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. എന്നാൽ ഈ നീക്കുപോക്ക് സംസ്ഥാന വ്യാപകമാക്കാൻ ഇപ്പോൾ നീക്കമില്ല എന്നാണ് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കെ.എം. മാണിയുടെ LDF പ്രവേശനം സംബന്ധിച്ച ചർച്ച ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. മുന്നണി വിപുലീകരണം സംബന്ധിച്ച ചർച്ച ആദ്യം നടക്കേണ്ടത് കേരളത്തിലെ LDFിലാണെന്നും CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ LDFിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ. കെ.എം. മാണിയെ NDAയിലെത്തിക്കാൻ BJP കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രം ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ മതിയെന്നാണ് CPM കേന്ദ്ര നേതാക്കളുടെ നിലപാട്. B. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. മാണിയുടെ നീക്കം ബൂമറാങ്ങായോ? ചർച്ചയിൽ ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ ആന്റണി രാജു, ശ്രീ P. പ്രസാദ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ തുടങ്ങിയവർ. ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് കെ.എം. മാണി നടത്തിയ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടു കാണും. അദ്ദേഹം പറയുന്നു, ഇത് കോട്ടയത്ത് നടന്നതൊരു പ്രാദേശിക കാര്യമായി കണ്ട് വിസ്മരിക്കണം. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് UDF ബാന്ധവമാണ്, പക്ഷേ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ വികാരം വ്രണപ്പെട്ട ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തു. അക്കാര്യത്തിൽ ഒരു നിർദ്ദേശവും പാർട്ടി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് കെ.എം. മാണി വിശദീകരിക്കുമ്പോൾ അത് കോൺഗ്രസിന് പൊറുക്കാവുന്ന ഒന്നായി തോന്നുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ ഇന്നലെ കെ.എം. മാണി പറഞ്ഞത്. കഴിഞ്ഞ 24 മണിക്കൂർ കേരള രാഷ്ട്രീയത്തിൽ പലത് സംഭവിച്ചു. ഒന്ന്, CPI ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയിലെ കക്ഷികളുടെ മുമ്പിൽ മുട്ടടിക്കുന്നതാണ് ഒന്ന് കണ്ടത്. അതുകൊണ്ട് കെ.എം. മാണിയെ നേരെ അങ്ങ് കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൽ ഒരു ചെറിയ തടസ്സം അവിടെ ഉണ്ടായി. കെ.എം. മാണിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനകത്ത് പാർട്ടി വർക്കിംഗ് ചെയർമാൻ, MLAമാർ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് അടക്കം ആ പാർട്ടിയിൽ ഒരാൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ലാതായി. അതുകൊണ്ട് അദ്ദേഹത്തിനും നിക്കക്കള്ളിയില്ലാതെ ഒരു ഗതികേടിലേക്ക് അദ്ദേഹം പോയി. ആ 2 സംഭവങ്ങൾ ഉണ്ടായതോടുകൂടി നിന്ന നിലയിൽ നിന്ന് ഒരൊറ്റ മലക്കം മറിച്ചിൽ. കെ.എം. മാണിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കെ.എം. മാണി. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി വരെ നഷ്ടപ്പെടുത്തി. ഇങ്ങനെയുള്ള ഒരാളെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ അഭിപ്രായം പറയുന്ന ഒരാളെ വെച്ചുകൊണ്ട് ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകും?
KM മാണിയും ജോസ് കെ മാണിയും മാത്രം അറിഞ്ഞ് ഉണ്ടാക്കിയ ഒരു കരാറാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലെ മുഴുവൻ ആളുകളും അതിനെ എതിർക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഈ രണ്ടു പേരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു സ്വഭാവം, ഇങ്ങനെയുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളുമായി UDF മുന്നോട്ട് പോകാനാവില്ല. ഇതിൽ ശ്രീ ജോസഫ് വാഴക്കൻ 44 വർഷക്കാലം കോൺഗ്രസുമായി ബാന്ധവം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയല്ലേ? മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് വന്നു, കേരള കോൺഗ്രസ് UDF പിന്തുണച്ചില്ലേ? എന്തിന് ഇന്നിപ്പോൾ വാഴപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അംഗങ്ങളെ പിന്തുണയ്ക്കുകയല്ലേ കേരള കോൺഗ്രസ് അംഗങ്ങൾ ചെയ്തിട്ടുള്ളത്? KM മാണി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തരാൻ ഉദ്ദേശിച്ചിരുന്നു, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അദ്ദേഹം. അല്ലാതെ ഇനിയിപ്പോൾ കോൺഗ്രസുമായി ഒരു കാലത്തും ഒരു ബന്ധവും വേണ്ട എന്ന ഒരു ചിന്തയും KM മാണിക്ക് ഇന്നലെയും ഉണ്ടായിരുന്നില്ലല്ലോ. കോൺഗ്രസ് ഈ വിഷയത്തെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും KM മാണി അങ്ങ് ഒഴിവാക്കി കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയോ? ഞങ്ങൾക്ക് അങ്ങനെ ഷോക്ക് കൊടുക്കേണ്ട അസുഖമുള്ളവരൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കേരള കോൺഗ്രസുമായിട്ട് നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. 44 വർഷമായിട്ട് ഞങ്ങൾ നല്ല ആത്മബന്ധം, ആ പാർട്ടിയിലെ പ്രവർത്തകരും ആ പാർട്ടിയിലെ നേതാക്കന്മാരും എല്ലാം ഇന്നും ഞങ്ങൾ വലിയ ഹൃദയബന്ധം പുലർത്തുന്നവരാണ്. അവരൊക്കെ ഞങ്ങളോട് ഈ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തലേന്ന് രാത്രി വരെ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്ന നമ്മൾ പഴയതുപോലെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അവരെ എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഈ 2 തീരുമാനമുണ്ടായത്. അതുകൊണ്ട് കേരള കോൺഗ്രസിനകത്ത് ഇന്നിപ്പോൾ പാർട്ടി അല്ല, ആ പാർട്ടിക്കകത്ത് ശ്രീ KM മാണി അദ്ദേഹത്തിന് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീ ജോസ് കെ മാണിയുടെ നിയന്ത്രണത്തിലാണ് KM മാണി. അവർ മാത്രം എടുത്തൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു നേതൃത്വവുമായി ഒരിക്കലും കോൺഗ്രസിന് സന്ധി ചെയ്യാൻ കഴിയാത്ത അതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്ന നിലപാട്. ശ്രീ പി പ്രസാദ്, ഇന്ന് KM മാണിക്കൊരു U-ടേൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തരമായ അവിശ്വാസം, 2 LDF അത്ര എളുപ്പം പ്രവേശനം കിട്ടാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവ്. ഇവ രണ്ടുമാകാം കാരണം. KM മാണിയെ LDF ഒരു മുന്നണി എന്നുള്ള നിലയിൽ അതിരൂക്ഷമായി എതിർക്കുകയും രാഷ്ട്രീയമായി സമരം നടത്തുകയും ഒക്കെ ചെയ്തവരാണ്. ഇന്നലെ CPIM കോട്ടയത്ത് പിന്തുണ നൽകിയപ്പോൾ സമീപഭാവിയിൽ KM മാണി LDFിലേക്കാണോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. LDFിന്റെ വാതിൽ അല്പമെങ്കിലും തുറന്നിട്ടുണ്ടോ? ഇല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാതിൽ അങ്ങനെ ആരുടെ മുമ്പിലും അങ്ങനെ തുറന്നു കൊടുക്കാൻ കഴിയുന്നതല്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ രാഷ്ട്രീയ നയവുമായി ഒരു തരത്തിലും ബന്ധമില്ലാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ആ മുന്നണിയുടെ അകത്തളങ്ങളിലേക്ക് പരവതാനി വിരിച്ചു കൊടുക്കാൻ കഴിയുക? ഈ ഒരു രാഷ്ട്രീയ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇടതുപക്ഷമാവുന്നത് അപ്പോൾ മാത്രമാണ്. 28 കെട്ടിന് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ അപ്പോൾ ആലോചിച്ച് അങ്ങനെ ഇടുന്ന ഒരു പേരിന്റെ ഭാഗമായി കണക്കാക്കാൻ കഴിയുന്നതല്ല ഒരു മുന്നണിക്കിടുന്ന പേര്. ലാഘവത്തോടല്ല, മുന്നണിക്കൊക്കെ ഒരു പേരിടുക എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളെ ആശ്രയിച്ച് മാത്രമാണ്. ഇടതുപക്ഷം എന്ന പേര് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ചരിത്രം ഒരുപാട് പറയുന്നു, ഞാൻ വിസ്തരിക്കല്ല അതേക്കുറിച്ചെല്ലാം. ഇടതുപക്ഷം എന്ന പേര് കിട്ടിയിരിക്കുന്നത് തന്നെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ പേരാണ്. അതെല്ലാം ആ മുന്നണിയിലേക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒന്നല്ല KM മാണി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനോടൊപ്പമില്ല എന്ന് പറഞ്ഞത്. ആ നിലപാടാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. നമ്മൾ ഇന്നലെയും ഇന്നും കോട്ടയത്ത് കാണുന്നത് ഒരു അസംബന്ധ നാടകമാണ്. ഈ അസംബന്ധ നാടകത്തിൽ എന്തിനാണ് ഇടതുപക്ഷം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കും ചോദ്യം. അതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാവുക? കേരളത്തിന്റെ പൊതു സമൂഹത്തിന് മുമ്പാകെ എങ്ങനെയാണ് ഇതിനെയൊക്കെ വിശദീകരിക്കാൻ കഴിയുക? ഇടതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും ഗൗരവതരമായി ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ വിശദീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ രാഷ്ട്രീയത്തെ, ഈ ബാന്ധവത്തെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് CPയുടെ നിലപാട്. ശ്രീ ആന്റണി രാജു, എനിക്ക് ചോദിക്കാനുള്ളത് KM മാണിയെ കുറിച്ചല്ല. KM മാണി ഇന്നലെ അവരുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഒരു ടിറ്റ് ഫോർ ടാറ്റ് ആയിരുന്നു, അത് അഭിനന്ദനാർഹമാണ് എന്ന് നിലപാട് പറഞ്ഞതിന് ശേഷം ഇന്ന് അത് ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം വിശദീകരിക്കാൻ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അംഗങ്ങളെ ജയിപ്പിക്കാൻ, അദ്ദേഹത്തിൻ്റെ അംഗത്തെ ജയിപ്പിക്കാൻ വേണ്ടി കൈപൊക്കിയ CPIMന് അതിനേക്കാൾ വിശദീകരിക്കാനില്ലേ? ഒരു സുപ്രഭാതത്തിൽ KM മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒടുവിൽ ഇങ്ങനെ അദ്ദേഹം ഒരു U-ടേൺ നടത്തുമ്പോൾ ഏറ്റവും അധികം അപഹാസ്യമായി തീരുന്നത് CPIM അല്ലേ? ഒരിക്കലുമല്ല. കാരണം CPMന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യവും നയവും ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്.
UDF ദുർബലപ്പെടുത്താൻ, കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കക്ഷികളെ ഭിന്നിപ്പിക്കുവാൻ, കിട്ടുന്ന രാഷ്ട്രീയ അവസരങ്ങളെയെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ അടവ് നയം ഇതിനു മുമ്പും CPM-ഉം ഇടതുപക്ഷവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ ശ്രീ കെ കരുണാകരൻ്റെയും മുരളീധരൻ്റെയും നേതൃത്വത്തിലുണ്ടായ DIC-യെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായി കൂടെ ചേർത്തുകൊണ്ട്, സഖ്യമായി നിന്നുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ മത്സരിക്കുകയും അവിടെ ജയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഘടകകക്ഷിയാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഒരു കാരണവശാൽ ശ്രീ കെ കരുണാകരൻ്റെ DIC-യെ ഘടകകക്ഷിയാക്കുകയില്ലെന്ന് മാത്രമല്ല NCP-യിലൂടെ പോലും പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥിതിക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ അടവ് നയങ്ങൾ സ്വീകരിക്കുക സ്വാഭാവികമാണ്. ആ അടവ് നയം എടുത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ശിഥിലീകരണം ഉണ്ടായതും അതുമായി ചേർന്ന് നിന്ന മാണി ഗ്രൂപ്പിനെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞതുമൊക്കെ ആ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് CPM-ന് കുഴിച്ച കുഴിയിൽ KM മാണി വീഴുകയാണുണ്ടായത്, മറ്റ് UDF-ന് നഷ്ടമാണുണ്ടായത്, UDF-ൽ ഭിന്നിപ്പാനുണ്ടായിട്ടുള്ളത്. അല്ല, അതിൽ UDF-ൽ ഭിന്നിക്കാൻ KM മാണി UDF-ൽ ഇല്ലല്ലോ. KM മാണി പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് UDF-ലേക്ക് വരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് കുറച്ചു കോട്ടമുണ്ടായി എന്നുള്ളതല്ലാതെ എന്ത് സംഭവിച്ചു? കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ വികാരപരമായി കോട്ടയത്തുണ്ടായ കാര്യങ്ങൾക്ക് അതേ മട്ടിൽ മറുപടി പറയും. ഈ കട്ടിൽ കണ്ടിനി പനിക്കണ്ട എന്ന് KM മാണിയോട് പറയും. പക്ഷേ അവരുടെ ഒരു സ്വാഭാവിക സഖ്യകക്ഷി തന്നെയല്ലേ കേരള കോൺഗ്രസ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ KM മാണി UDF മുന്നണിയിൽ ഉണ്ടാകില്ല എന്ന് താങ്കൾക്ക് ഇപ്പോൾ പ്രവചിക്കാനാകുമോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF-നകത്ത് ഇപ്പോൾ ശ്രീ KM മാണി UDF-ൽ ഇല്ലല്ലോ എന്ന് അഭിലാഷ് പറഞ്ഞു. ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ KM മാണി എവിടെയായിരുന്നു? KM മാണി UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പരസ്യമായി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ നിയമസഭയിലെല്ലാം തന്നെ LDF-നെതിരായിട്ട് പരസ്യമായി വോട്ട് ചെയ്യുന്നു, നിലപാടെടുക്കുന്നു. അപ്പോൾ UDF-ൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാണ്ടും പെണ്ണും കെട്ട പരുവത്തിലെ UDF-നോടൊപ്പം തന്നെയാണ്. UDF-ൽ തന്നെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങിപ്പോകുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കോട്ടയത്തെ സംഭവ വികാസത്തോടു കൂടി ആ കോൺഗ്രസ് മാണി ബന്ധം കാര്യമായ വിള്ളലുണ്ടായിട്ടില്ലേ? അതിനേക്കാൾ ഉപരി മാണി ഗ്രൂപ്പിനകത്ത് ഈ എല്ലാ MLA-മാരും മാണിക്കെതിരായി തിരിയുന്ന അവസ്ഥയുണ്ടായില്ലേ? മാണിയും മകനും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായില്ലേ? ഇനി ഒരു യൂദാസെന്നും വഞ്ചകനെന്നും ചതിയനെന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്നും ഉമ്മൻചാണ്ടി മുതൽ താഴെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരനും വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് UDF-ന്റെ ഭാഗമായി നിന്ന മാണി ഗ്രൂപ്പിനെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കീഴിൽ നടത്തിയ അടവ് നയം ചർച്ചയിൽ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. തുടരട്ടെ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ KM മാണി ഇന്നലെ പറഞ്ഞപ്പോഴും ഇനി ഒരിക്കലും കോൺഗ്രസുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് തന്നെ ഞങ്ങളുടെ LDF പ്രവേശവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും ഇതിലില്ല, അങ്ങനെയൊന്നുമുള്ള ഒരാലോചനയുമില്ല, ഞങ്ങൾ CPM-മായി ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെയും പറഞ്ഞത്. ഇന്നത് കൂടുതൽ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇടതുമുന്നണി കൂട്ടുകെട്ടിലേക്ക് നീങ്ങാനുള്ള മുൻകൂർ നടപടിയല്ല ഇത്, ഞങ്ങൾക്ക് UDF-ഉമായുള്ള സഖ്യമാണ് മനസ്സിൽ ആഗ്രഹമുള്ളത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് DCC-യുടെയും KPCC-യുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങളുണ്ടായി. അതിനോടൊന്ന് പ്രതികരിച്ചു പോയി, അത്രയേ ഉള്ളൂ എന്ന് KM മാണി വിശദീകരിക്കുമ്പോൾ UDF ആണ് ഞങ്ങൾക്ക് പറ്റിയ മുന്നണി എന്ന് ഹൃദയത്തിൽ കരുതുന്നു എന്ന് പറയുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഉന്തി അപ്പുറത്തെ മുന്നണിയിലേക്ക് എത്തിക്കുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഈ കേരള രാഷ്ട്രീയത്തിൽ KM മാണിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും അറിയാം വളരെ തന്ത്രശാലിയാണ്, ഏത് സമീപനം എടുക്കുമെന്ന്. ഈ ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് താഴെ പോയി പിന്നത്തെ മാസം അദ്ദേഹം നേരെ UDF-യുമായി ബന്ധം വിടർത്തി മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വസ്തുവായി അദ്ദേഹം മാറി. ആർക്ക് വേണമെങ്കിലും വില കൊടുത്താൽ വാങ്ങാൻ കഴിയും, വില കൊടുത്തോ കൊടുക്കാതെയോ കിട്ടുന്ന ഒരു പരുവത്തിൽ അദ്ദേഹം കിടക്കുകയായിരുന്നു. അദ്ദേഹം അതിനിടയ്ക്ക് പലരുമായിട്ട് കച്ചവടങ്ങളൊക്കെ നടത്തി. ഞങ്ങളിതെല്ലാം കണ്ട് ഇങ്ങനെ എല്ലാം പുറത്ത് കഴിയണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഇവിടെ ഞങ്ങൾ ഒരുപാട് പോരാട്ടങ്ങൾ ഈ 5 വർഷം കൊണ്ടത്തിനിടയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയുമായി ഈ ഗവൺമെൻറ്റുമായി വളരെ വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ സമയത്തൊക്കെ അവിടെയും ഇവിടെയും നിന്ന് സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് അവസാന സമയത്ത് എൻ്റെ മോനുമായിട്ട് നേരെ വന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോ നിന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കീഴടങ്ങി കൊടുക്കാനുള്ളതല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുമ്പോൾ
വന്ന് കയറാനുള്ള വഴിയമ്പലമൊന്നും അല്ല ഈ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അത് ഞങ്ങളുടെ അണികളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. കേരള കോൺഗ്രസ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെയാണ്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ്സിലെ കഴിഞ്ഞ 10-40 വർഷമായി എല്ലാവരും ഒറ്റ കുടുംബം പോലെ കോൺഗ്രസുമായി കഴിയുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ നേതൃത്വം ശ്രീ KM മാണിയും അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണിയും തെറ്റായ വഴിക്ക് പോകുന്നു. അവർ വഴിതെറ്റുന്നു. അവരെ CPM ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്നു. അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ പാർട്ടിയെ വിൽക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. അതിനൊന്നും കൂട്ടുനിൽക്കാനും അത്തരം കാര്യങ്ങളിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു KM മാണിയുമായി യോജിച്ചു പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ അണികളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ശ്രീ പി പ്രസാദ്, ഇന്നലെയും CPIയുടെ നിലപാടിനെ KM മാണി ചോദ്യം ചെയ്യുകയുണ്ടായി. ഞങ്ങളെങ്ങാനും അങ്ങോട്ട് വന്നാൽ അവിടുത്തെ സ്ഥാനം പോകുമോ എന്ന ഭയമാണ് CPIക്ക് എന്ന് അദ്ദേഹം പറയുന്നു. CPIക്ക് അങ്ങനെ ഒരു ഭയമുണ്ടോ? ഒന്ന്, KM മാണി ഇങ്ങോട്ടോ CPIM അങ്ങോട്ടോ പോയി ആലോചിച്ചിട്ടില്ല എന്നിരിക്കെ LDFിലേക്ക് ഇപ്പോൾ KM മാണി വരും എന്ന് ഭയപ്പെടേണ്ട കാര്യം എന്താണ്? അല്ല, LDFിലേക്ക് KM മാണി വരുമെന്ന് ആരാ പറഞ്ഞത്? LDFിലേക്ക് KM മാണി ഉൾപ്പെടുത്താൻ എവിടെയാ ആലോചന നടന്നത്? LDFിലേക്ക് KM മാണി വരുമെന്ന് ഞങ്ങൾക്കൊരു ഭയവുമില്ല. അത് മാണി തന്നെ സ്വയം ഉണ്ടാക്കുന്ന ഒന്നാണതെല്ലാം. മാണി ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെല്ലാം ഭയമുണ്ട്. CPI എന്തിനാണ് അതിനെ ഭയക്കുന്നത്? 19 MLA-മാരുടെ അംഗബലത്തിന്റെ കണക്കൊക്കെ ഒരുപാട് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നതാണ്. 19 MLA-മാരുടെ ബലമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അംഗബലമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 6 MLA-മാർ വരുന്ന മാണി ഗ്രൂപ്പിനെ എന്തിനാണ് ഭയക്കേണ്ടി വരിക? അങ്ങനെ കേരളത്തിൽ KM മാണിയിൽ നേതൃത്വം കൊടുക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭയക്കേണ്ട ഒരു ആവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്ന് ഞാൻ പറയട്ടെ. ആന എന്തിനാണ് അണ്ണായെ ഭയക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവും. ഓരോ ജീവികൾക്കും അതിൻ്റെതായ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്നതാണ്. ഞാൻ ആ തരത്തിൽ അതിനെ പറയുകയല്ല. എന്നാൽ അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുന്നു എന്നൊക്കെ വെറുതെ വ്യാഖ്യാനിക്കാവുന്നുള്ളൂ. അതല്ല ശ്രീ പി പ്രസാദ്, ഇപ്പോൾ CPIക്ക് KM മാണിയുടെ പാർട്ടിയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ നടത്തേണ്ട എന്ത് കാര്യമുണ്ട്? ഇവിടെ ശ്രീ ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ CPIM അവരെ പിന്തുണയ്ക്കാം എന്ന ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് ആ പാർട്ടിയിൽ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുകയും KM മാണിയും ജോസ് കെ മാണിയും തന്നെ ആ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ പുറത്തെങ്കിലും ഉണ്ടാകുകയും ചെയ്യുന്നത്. ആ തരത്തിൽ KM മാണിക്ക് തന്നെ നിലപാട് മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മറുവശത്തുള്ള ആളുകളെ ശിഥിലീകരിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കാമല്ലോ. രാഷ്ട്രീയ നിലപാടുകളെല്ലാം പാർട്ടികൾ കേട്ടില്ല ഒന്നാണോ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അസംബന്ധ നാടകങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ കൂടെ പോകാൻ പാടില്ലെന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞുള്ളൂ. അത് ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതല്ല കേരളം ആഗ്രഹിക്കുന്ന ഒന്ന്. ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ കഴിയുക? എത്ര സമരങ്ങൾ ഈ കേരളത്തിൽ നടന്നു? കേരളത്തിന്റെ തെരുവോരങ്ങളിൽ എത്ര ചെറുപ്പക്കാരാണ് ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായതും ഈ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞതിന്റെ പേരിലാണ്. ഇതാ ഈ അഴിമതിക്കാരനായ KM മാണി ബജറ്റ് വെച്ചിരിക്കുന്ന, ബാർക്കോഴ നടത്തിയിരിക്കുന്ന ഈ KM മാണിക്കെതിരായിട്ട് ശക്തമായ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്നൊരു ജനതയോട് ഉദ്ബോധിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എങ്ങനെയാണ് KM മാണി വാഴ്ത്തപ്പെട്ടവനാവുക? വിശദീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിത്തീരുന്നില്ല. അല്ല, അതിപ്പോ KM മാണി വാഴ്ത്തപ്പെട്ടവനായെങ്കിലല്ലേ ശ്രീ പി പ്രസാദ് ആകണ്ടേ? അതിന് ആര് പറഞ്ഞു KM മാണി വാഴ്ത്തപ്പെട്ടവനാണെന്ന്? എങ്ങനെയാണ് KM മാണിയുടെ പാർട്ടിക്ക് ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ടു കൊടുക്കാൻ കഴിയുക? ഈ അസംബന്ധ നാടകത്തിന് തുല്യം ചാർത്താൻ കമ്മ്യൂണിസ്റ്റുകാരൻ പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമില്ലേ അവിടെ? അതാണ് CPI ഉയർത്തുന്നത് ശരിയായ രാഷ്ട്രീയ ചോദ്യം. ആ പോയിന്റ് വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, എന്താണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ സംഭവിക്കുക? KM മാണി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും കേരള കോൺഗ്രസിൽ അദ്ദേഹത്തോട് തന്നെ അടുപ്പമുള്ള ആളുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൗതുകകരമാണ്. ജോസഫ് വിഭാഗം മറിച്ചൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ KM മാണിക്കൊപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ആളുകൾ പോലും KM മാണിയും ജോസ് കെ മാണിയും എടുത്തിട്ടുള്ള ഈ തീരുമാനത്തെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. അവർ ആ തീരുമാനത്തിൽ സംശയാലുക്കളാകുന്നു. അവർ KM മാണിക്കൊപ്പം ഇല്ല എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? കേരള കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ? അഭിലാഷ്, കഴിഞ്ഞ കൃത്യം ഒരു വർഷം മുമ്പ് ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്
ഇന്ന് ബഹുമാനായ PJ ജോസഫ് സാർ എന്ന് ആവർത്തിച്ചിരിക്കുന്നത്. ഞങ്ങളന്ന് പറഞ്ഞു ഈ പാർട്ടിയിൽ ആലോചനയില്ല, ഇതൊരു കുടുംബ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്, ജനാധിപത്യമില്ല, ഇതിന് പാർട്ടി ആലോചിക്കാതെ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അതിനെ ശരിവെക്കുന്നതാണ് ഇന്ന് PJ ജോസഫ് സാർ നടത്തിയ പ്രസ്ഥാനം. അദ്ദേഹം പറഞ്ഞതെന്താ, ചരൽക്കുന്നിലെടുത്ത തീരുമാനത്തെ കോട്ടയത്ത് അട്ടിമറിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന് മാണി ഗ്രൂപ്പിന് അത് ചർച്ച നടന്നിട്ടില്ല, പാർട്ടി യോഗത്തിൽ ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ MLA-മാരെല്ലാം ഇരുട്ടിൽ നിർത്തി, പാർട്ടി വർക്കിംഗ് ചെയർമാൻ ഇരുട്ടിൽ നിർത്തി. എന്തിന്? കോട്ടയത്തെ പ്രാദേശികമായി എടുത്ത തീരുമാനമാണെന്ന് മാണി സാർ വിശദീകരിക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ മാണി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ പോലും ഇരുട്ടിൽ നിർത്തി അദ്ദേഹം പോലും രാജിവെക്കുന്ന അവസ്ഥയുണ്ടാകുന്ന വിധത്തിൽ KM മാണിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് കോട്ടയം DCC പ്രസിഡന്റ്. കഴിഞ്ഞ 45 വർഷമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി മാണി ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിന് പോലും ഇരുട്ടിൽ നിർത്തി, അദ്ദേഹം പോലും എതിർക്കുന്ന തീരുമാനം എടുക്കുന്ന വിധത്തിൽ മാണിയും ജോസ് കെ മാണിയും കൂടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനത്തിന്റെ പേരിൽ അവരൊറ്റപ്പെട്ടിരിക്കുന്നു. അവരൊറ്റയ്ക്ക് ബാക്കി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത് മാണി ഗ്രൂപ്പിനകത്ത് വലിയ ശിഥിലീകരണം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ശരി, അതാണ് താങ്കൾ അതിൽ കാണുന്ന പോയിന്റ്. MV ജയരാജൻ CPM നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ MV ജയരാജൻ, ഇന്നലെ പറഞ്ഞ നിലപാടിൽ നിന്ന് KM മാണി മാറുകയും CPIM-ന്റെ പിന്തുണ സ്വീകരിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടിയത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ CPIM ഇന്നലെ എടുത്ത നിലപാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ പ്രാദേശികമായിട്ടുള്ള ചില നിലപാടുകൾ എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗം. UDF-ൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. UDF-ൽ നിന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ അകന്നു നിൽക്കുന്ന ഒരു കക്ഷി UDF-ലുണ്ടായ ഭിന്നതയെ തുടർന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ UDF-ൽ ഐക്യമുണ്ടാക്കി കൊടുക്കുക എന്ന നിലപാട് ഇന്നത്തെ നിലയിൽ ശരിയായ രാഷ്ട്രീയ നിലപാടല്ല എന്ന് പ്രാദേശികമായി തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് തീർച്ചയായും അത്തരമൊരു നിലപാട് CPIM സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് മാണിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യം അജണ്ടയിൽ ഇപ്പോൾ ഇല്ലെന്ന് മാത്രമല്ല, അക്കാര്യം പാർട്ടിയും LDF-ഉം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യവുമാണ്. അല്ല, ഇവിടെ ശ്രീ MV ജയരാജൻ, ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ അതിന് അല്പമെങ്കിലും വിശുദ്ധി വേണമല്ലോ. ഇന്ന് നിങ്ങളുടെ പിന്തുണ സ്വീകരിച്ച് ജയിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് UDF-നോടായിരുന്നു കൂടുതൽ താല്പര്യം എന്നാണ്. ഇന്നലെ LDF-ന്റെ എന്ന് പറയാൻ പറ്റില്ല, CPIM-ന്റെ വോട്ട് വാങ്ങി ജയിക്കുന്നു, ഇന്ന് പറയുന്നു ഞങ്ങൾക്ക് UDF-നോടായിരുന്നു താല്പര്യം എന്ന്. എന്താണ് കേരളം മനസ്സിലാക്കേണ്ടത്? UDF-നോട് താല്പര്യമില്ലെന്നാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത് UDF-നെതിരായിട്ടായതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി 6 പേർ വിജയിച്ചിട്ടുള്ളത്, CPM-ന്റെ പ്രതിനിധികളായി 6 പേർ വിജയിച്ചിട്ടുള്ളത്. ആ 6 പേർക്കും കിട്ടിയ മാൻഡേറ്റ് UDF-നെതിരായ വോട്ടിംഗ് മാൻഡേറ്റ് ആണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ 6 പേര് സ്വീകരിച്ച നിലപാട് UDF-നെതിരായിട്ടുള്ള മാൻഡേറ്റ് ആണ്. അത് സമ്മതിക്കാം. UDF-നെതിരായിട്ടുള്ള മാൻഡേറ്റ് എന്ന് പറയുമ്പോൾ അത് KM മാണിക്കെതിരായിട്ടുള്ള മാൻഡേറ്റുമാകും. കാരണം KM മാണിയുടെ സ്ഥാനാർത്ഥികളും അന്ന് UDF-ന്റെ ഭാഗമായിരുന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകമ്പനം കൊള്ളുന്ന വിഷയമായി രൂപപ്പെട്ടത് KM മാണിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടക്കമുള്ള ഈ ബാർക്കോഴ ആരോപണങ്ങളായിരുന്നു. സ്വാഭാവികമായും KM മാണിക്കെതിരെയുള്ള മാൻഡേറ്റും കൂടിയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ 6 അംഗങ്ങൾ. അപ്പോൾ അവർ KM മാണിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റം സ്വാഭാവികമായും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇവിടെ CPIM നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് കരുതുക. അങ്ങനെ കരുതിയാൽ UDF-ലെ ഭിന്നത ശക്തിപ്പെടുകയില്ല. UDF-ലെ ഭിന്നതക്ക് പകരം UDF-ൽ ഐക്യമുണ്ടാവും. UDF-ൽ ഐക്യമുണ്ടാക്കി കൊടുക്കേണ്ട യാതൊരു പണിയും ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ LDF-നുമില്ല, CPM-നുമില്ല. എന്നാൽ
LDF ഒരു കക്ഷിയായി കേരള കോൺഗ്രസ് മാണിയെ ഉൾപ്പെടുത്തണമോ എന്ന വിഷയം CPM-ഉം LDF-ഉം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല, മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന UDF-ന്റെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് വേഗം കൂട്ടുന്ന ഒരു പ്രാദേശിക നിലപാട് മാത്രമാണ്. അല്ല, അങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ഇപ്പോൾ എന്തായി? KM മാണിയുടെ ഒപ്പം നിൽക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MLA-മാർ തയ്യാറുണ്ടോ? KM മാണിക്ക് എന്തുകൊണ്ടാണ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞ കാര്യം തിരുത്തി പറയേണ്ടി വന്നത്? KM മാണിയുടെ കൂടെയല്ല നിന്നത്, കോൺഗ്രസിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസും UDF-ഉം തകരണമെന്ന് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, കേരളത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ വർഗീയതക്കെതിരായി മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരുടെ രാഷ്ട്രീയം ശക്തിപ്പെടണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെതിരായ ജനവികാരത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കോൺഗ്രസിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ KM മാണിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ KM മാണിയുടെ പാർട്ടി ഈ സകല ജീർണതകളെയും, അഴിമതിയെ, കോഴയെ ഒക്കെ പ്രതിനിധീകരിക്കുന്നതായി നിങ്ങൾ ആക്ഷേപിച്ചിരുന്നു. നിങ്ങൾ അതിനുവേണ്ടി അതിനെതിരായി രാഷ്ട്രീയ സമരം നടത്തിയിരുന്നു. ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഒക്കെ കൂടി ഒരു ആകെത്തുകയായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുകയും ചെയ്തത്. അതിനൊക്കെ ശേഷം 1 വർഷം പോലും തികയുന്നതിന് മുൻപ് KM മാണി തൊടാൻ പറ്റുന്ന ആളാണ് എന്ന് വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വിശദീകരണം എന്താണ്? അവരുടെ മാൻഡേറ്റ് എന്നുള്ളത് തെറ്റിപ്പോയി എന്ന് അവരോട് പറയുകയാണോ? ഒന്നുമല്ല. അന്നെടുത്ത രാഷ്ട്രീയ നിലപാടുകളെല്ലാം തികച്ചും ശരിയുമാണ്. എന്നാൽ ഇന്ന് കോൺഗ്രസും കേരള കോൺഗ്രസ് മാണിയും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് കരണീയവുമല്ല. ആ അകൽച്ചക്ക് ആക്കം കൂട്ടുക എന്നുള്ളതാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്നവർ ചിന്തിക്കുക. അത് മാത്രമാണ് ഉണ്ടായത്. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദയവായി തുടരണം. ശ്രീ ജോസഫ് വാഴക്കൻ, മുൻപ് DIC-യുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ട്. K മുരളീധരന് കിട്ടിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ധൈര്യസമേതം അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് എന്തുണ്ടായി എന്ന് നമുക്കറിയാം, ബാക്കി ചരിത്രമാണ്. ആ മൂവ്മെൻറ്റ് തന്നെ അങ്ങേയറ്റം ശുഷ്കമായി ഒടുവിൽ ഇല്ലാതായി. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2006 വലിയ തിരിച്ചടി UDF-ന് ഉണ്ടാകുകയും ചെയ്തു. സമാനമായ വിധത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ് ഈ മധ്യ കേരളം, വിശേഷിച്ച് കോട്ടയം ജില്ല. അവിടെ എതിരാളികളെ ദുർബലമാക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് CPIM ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ കരുതാൻ പാടില്ലല്ലോ. ഉപയോഗിച്ചു എന്നുള്ളത് രാഷ്ട്രീയമായി അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ശരിയല്ലേ? ഞാൻ ഇടയ്ക്ക് ആദ്യം ചോദിച്ചോട്ടെ, ഈ MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? അദ്ദേഹത്തിന് ഇതുപോലെ രാഷ്ട്രീയമൊക്കെ വന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ അങ്ങനെ ഒരു പോസ്റ്റാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. പുള്ളിക്ക് ഇങ്ങനെയൊന്നും സാധാരണ പ്രൈവറ്റ് സെക്രട്ടറിമാരൊന്നും, അത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. എങ്കിലും അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഞാൻ ഇവിടെ ഇപ്പോൾ KM മാണിയെ വഴിയിലാക്കാനാണ് ഇപ്പോൾ ഇവർ പോകുന്നത്. KM മാണിയെ ഇപ്പോൾ വഴിയിലാക്കിയിരിക്കുകയാണ്, പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, CPI-യുടെ വിരട്ടലിന് മുമ്പിൽ ഇന്നലെ മുട്ടടിച്ചു CPM. ഇന്നലെ വർത്തമാനം പറഞ്ഞ പോലെ അല്ല എന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ഇന്ന് ചാനലിലൊക്കെ സംസാരിച്ചത്. മുട്ടടിച്ചു. അതായത് CPI-യുടെ മുൻപിൽ പതറുന്ന CPM-നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതോടുകൂടി KM മാണി അങ്ങോട്ട് പോക്ക് അത്ര എളുപ്പമല്ല. ഇവിടെ KM മാണി അവരുടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു. അതുപോലെ UDF-ലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായ തുറന്നു കിടന്നിരുന്ന വാതിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ KM മാണിയും മകൻ ജോസ് K മാണിയും വല്ലാത്ത ഊരാക്കുടുക്കിൽ തന്നെ പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവരുടെ ഈ അടവ് രാഷ്ട്രീയം ഒരാളെ കൂടി വഴിയാധാരമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ശ്രീ ആന്റണി രാജു, അങ്ങനെ വഴിയാധാരമാകുന്ന ഒരാളാണോ KM മാണി? അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലയിൽ ശക്തമാണ് താനും. ഒരു കലാപവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നേതാക്കൾ ഉള്ളിൽ അമർഷം വെക്കുന്നുണ്ടാകും, പക്ഷേ ആരും KM മാണിയെ ചോദ്യം ചെയ്തിട്ടില്ല. KM മാണി ആ പാർട്ടിയുടെ മാർപ്പാപ്പയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചുവട് വെച്ചത് പിഴച്ചെങ്കിൽ 2 ചുവട് പിന്നോട്ട് വെച്ച് കുതിച്ചു ചാടാൻ അറിയുന്ന ആളല്ലേ KM മാണി. അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ എന്തോ വീഴ്ചയായി പോകുമെന്ന് കരുതുന്നുണ്ടോ? KM മാണിയേക്കാൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ ചാണക്യനായിരുന്ന
കെ കരുണാകരന് പറ്റിയതിനേക്കാളും വലുത് കെ എം മാണിക്ക് സംഭവിച്ചാൽ എന്താ അത്ഭുതപ്പെടുന്നതിനാ? ഇദ്ദേഹത്തെക്കാൾ എത്രയോ വലിയ കുശാഗ്ര ബുദ്ധിയായിരുന്നു ശ്രീ കെ കരുണാകരൻ. അവസാനം ഏതാണ്ട് ആ വഴിക്കല്ലേ ഇപ്പോൾ കരുണാകരനും മകനും സഞ്ചരിച്ച വഴിക്കല്ലേ ഇപ്പോൾ കെ എം മാണിയും മകനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അതിബുദ്ധിമാന്മാർക്ക് ചിലപ്പോൾ പറ്റുന്ന അബദ്ധമൊക്കെ പറ്റിക്കൂടാ എന്ന അഭിലാഷ് അങ്ങനെ മുൻകൂട്ടി പറയണ്ട. ഏതായാലും ഇന്നലെ വരെ ഞാൻ അതിസുന്ദരിയാണ്, സുന്ദരിയായ എന്നെ കെട്ടാൻ ഈ ലോകത്തെ എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, എല്ലാവരും എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ കെ എം മാണിയുടെ മുമ്പിൽ എന്തായാലും UDF നേതാവ് ശ്രീ ജോസ് കെ വാഴക്കൻ പറഞ്ഞു ഞങ്ങൾ വാതിലടച്ചു കഴിഞ്ഞു. CPI അസന്നിഗ്ധമായി പറഞ്ഞു ഞങ്ങൾ കെ എം മാണിയെ LDF പ്രവേശിപ്പിക്കുന്നതല്ല. ഇപ്പോൾ തന്നെ CPM നേതാക്കന്മാർ പറഞ്ഞു ഇതൊരു പ്രാദേശികമായ കാര്യമാണ്, ഞങ്ങൾ പ്രാദേശികമായ തലത്തിൽ ആ മുന്നണിയെ ക്ഷീണിപ്പിക്കാൻ, ആ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ ചില അടവ് നയമൊക്കെ നടത്തും, അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടി നേതാവും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മുന്നണികളും വാതിലടച്ചിരിക്കുന്നു എന്നുള്ളത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായൊരു തിരിച്ചടി തന്നെയാണ്. എൻ്റെ സ്നേഹിതൻ സജി മഞ്ഞക്കടമ്പൻ അതിനോട് യോജിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമാണ്, നാളെ എന്നും സംഭവിക്കാം. ശ്രീ ജോസഫ് വാഴിക്കനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, UDF സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ആയിരിക്കില്ല. ഗതി കിട്ടാതെ വരുമ്പോൾ അവസാനം മാണിസാറിൻ്റെ പുറകെ പോവും, മാണിസാറിൻ്റെ കാല് പിടിക്കും, അവസാനം മാണിസാറിൻ്റെ മുന്നണിയിൽ വരാൻ ക്ഷണിക്കും. ഇതൊക്കെ UDF ആയതുകൊണ്ട് അവരെന്തും ചിലപ്പോൾ ചെയ്യും. അതൊന്ന് പക്ഷേ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, CPM അതുപോലെ തന്നെ CPI നേതാക്കന്മാർ അവർ പറഞ്ഞു ആ മുന്നണിയിലേക്ക് LDF ഒരു വാതിൽ തുറക്കുന്നില്ല, അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ ശ്രീ കെ എം മാണിക്ക് ആ സ്വപ്നം ആവട്ടെ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, യൂത്ത് ഫ്രണ്ട് M. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇന്നലെ കെ എം മാണി പറഞ്ഞത് ഇതൊരു ടിറ്റ് ഫോർ ടാറ്റാണ്, അവിടെ ആ നിലപാട് സ്വീകരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ്. ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നു അവിടെ നടന്നത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി എന്ന്. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് അവകാശപ്പെടുന്ന കെ എം മാണിക്ക് എന്തുകൊണ്ടാണ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഇങ്ങനെ മലക്കം മറിഞ്ഞ് പരിഹാസനാകേണ്ടി വന്നത്? ഒരു പരിഹാസമായിട്ടില്ല. ഇന്നലെ മാണി സാറ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അഭിനന്ദിക്കാനായിട്ട് ജില്ലാ പഞ്ചായത്തിലൊന്നും ചെന്നില്ല, അവിടെ മീറ്റിംഗ് കൂടിയായിട്ട് അറിയില്ല. അവിടെ എന്താ മാണി സാർ ഇന്നലെ പറഞ്ഞത്? കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിരവധി എഗ്രിമെന്റുകൾ കോൺഗ്രസ് പാർട്ടി ലംഘിച്ചിരിക്കുന്നു. 3 പഞ്ചായത്തിനെ ലംഘിച്ചു, പരസ്യമായി ലംഘിച്ചു. ഞങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് ലംഘിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, എത്ര വലിയ മഹാപാപം അവർ ചെയ്തത്? കേരള കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ CPM കൂട്ടുപിടിച്ച് കൊടുത്ത് അവിശ്വാസം കൊണ്ടുവന്ന് പുറത്താക്കിയപ്പോൾ നാട്ടുകാരും മറ്റുള്ള നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ തെറ്റ് തിരുത്താൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി. കേരള കോൺഗ്രസിന്റെ ജോയി അമ്മിയാനി എന്ന് പറഞ്ഞ ആളിനെ ഞങ്ങൾ മത്സരിപ്പിച്ചു. വോട്ട് ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്തി. ഞാൻ ചോദിച്ച ചോദ്യം, ഇന്നലെ കെ എം മാണി പറഞ്ഞു ഞാൻ ഈ തീരുമാനത്തെ ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ. ഇന്നലെ ഈ തീരുമാനം എൻ്റെ കൂടി തീരുമാനമാണെന്ന് പറഞ്ഞ അദ്ദേഹം, ഞാനിത് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് വ്രണിത ഹൃദയരായ പ്രവർത്തകർ എടുത്ത തീരുമാനമാണ്, അത് സ്വാഭാവിക പ്രതികരണമാണ്, പക്ഷേ ദൗർഭാഗ്യകരമാണെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഒരു U-ടേൺ അടിക്കേണ്ടി വന്നു? നിങ്ങൾ ഇല്ലാത്ത കാര്യം നമ്മൾ പറയരുത്, പ്രചരിപ്പിക്കരുത്. കാരണം കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ജില്ലാ നേതൃത്വമോ ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ഒരു വിപ്പും കൊടുത്തിട്ടില്ല. ഇന്നയാൾക്ക് വോട്ട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇന്നയാൾക്ക് വോട്ട് ചെയ്യാൻ വിപ്പ് കൊടുത്തിട്ടില്ല. അവിടെ എന്താ സംഭവിച്ചത്? കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ വികാരം, ആ വികാരം ഇവിടെ ഞാൻ പറഞ്ഞില്ല, കോട്ടയം ജില്ലയിലെ പല വിഷയങ്ങളുണ്ട്, പല മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ വിഷയമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലുള്ളത്. അവർ കൂട്ടായ ഒരു തീരുമാനമെടുത്തു. അവർ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ജില്ലാ പഞ്ചായത്തിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിൽ കേരള കോൺഗ്രസിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനമെടുക്കുകയാണ്. അതായത് ചെറൽക്കുന്ന് ക്യാമ്പിലെടുത്തതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി UDF-നോടും LDF-നോടും BJP-യോടും ബന്ധമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പാർട്ടിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് അവിടുത്തെ 6 മെമ്പർമാർ ഏകകണ്ഠമായി തീരുമാനമെടുത്തു. അപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് പാർട്ടി ജയിക്കാതിരിക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ CPM കേരള കോൺഗ്രസ് വോട്ട് ചെയ്തു.
ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് ഷാജി, ഇത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനോടാണ്. നിങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ PJ ജോസഫ് ഇന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെയല്ല. ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള സ്ഥിതി തുടരുക എന്നുള്ളതായിരുന്നു. അത് മാറ്റപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച നടന്നിട്ടില്ല. അത് ദൗർഭാഗ്യകരമാണ് എന്നാണ് PJ ജോസഫ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്. രണ്ട്, ഇന്നലെ ഇങ്ങനെ വൈകാരികമായി നടത്തിയ ഒരു കാര്യമായിരുന്നു എങ്കിൽ അതിനെ ആ അർത്ഥത്തിൽ തന്നെ തള്ളി പറയാമായിരുന്നുവല്ലോ KM മാണിക്ക്. അദ്ദേഹം UDF നേതാക്കളുടെ ഫോൺ പോലും എടുക്കാതെ തിരുവനന്തപുരത്തേക്ക് വരാൻ തയ്യാറാകാതെ അദ്ദേഹവുമായി ഒരു തരത്തിലും ഒരാളും ബന്ധപ്പെട്ടുകൂടാ എന്ന് നിർബന്ധം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നിലപാടിന് പൂർണ്ണമായും പ്രോത്സാഹനം നൽകിയതിന് ശേഷം ഇന്ന് ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കേൾക്കണം? അതാണല്ലോ പറഞ്ഞത്. മാണി സാർ ഇന്നലെ പറഞ്ഞു, ഇന്നെന്താ പറഞ്ഞത്? ദൗർഭാഗ്യപരമായി പോയി. ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്. പാലാ മാർക്കറ്റിംഗിന്റെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് മാറിക്കൊടുത്തിട്ടില്ല. കേരള കോൺഗ്രസിന്റെ ആൾ പ്രസിഡന്റ് ആകേണ്ടത് നടന്നിട്ടില്ല. മൂന്നിലവിലെ വിഷയം ആണ് ഏറ്റുമാനൂർ ബാങ്കിന്റെ വിഷയം, കാടക്കാരി സർവീസ് സഹകരണ ബാങ്കിന്റെ വിഷയം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ കേരള കോൺഗ്രസുമായിട്ടുള്ള എഗ്രിമെന്റുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഇത് ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിലെന്താ തെറ്റ്? ഇത് സംഭവിക്കരുതാത്തത് കോട്ടയത്ത് തന്നെ സംഭവിച്ചു. ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. സംഭവിച്ചത് എങ്ങനെയാ? അല്ല, ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നിട്ട് സജി മഞ്ഞക്കടമ്പൻ എന്നിട്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി UDFന്റെ കട്ടില് കണ്ട് പനിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് ഉപയോഗിച്ചോളൂ. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയോ BJPയുടെ കൂടെയോ ആരുടെ വേണമെങ്കിൽ കൂടെ പൊയ്ക്കോളൂ. ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. തൃപ്തിയായല്ലോ? ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ആരുടെയും മുമ്പിലേക്ക് ആരുടെയും വാതിൽ പോയി മുട്ടിയില്ലല്ലോ. ഞങ്ങൾ UDFിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി മാറി. ഇപ്പൊ ആന്റണി രാജുവിന്റെ ഒക്കെ വലിയ വിഷമം വിമിഷ്ടം. കേരള കോൺഗ്രസിന് ഒരു മാർഗവുമില്ല. LDFിൽ എടുക്കുകയില്ല, UDFിൽ എടുക്കുകയില്ല, വേറൊരു മുന്നണിയുമില്ല. കേരള കോൺഗ്രസ് പാർട്ടി ആകപ്പാടെ പെരുവഴിയിലായി എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി രാജുവിന്റെ ഒക്കെ വിലാപം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുന്നതാണ്. ഇവിടെ ആരാണ് ഇന്ന് പെരുവഴിയിലായത്? നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ച് മാണിയോടുമുള്ള രോഷപ്രകടനം എത്ര കാലം ഉണ്ടാകും? ഇതിനേക്കാൾ വലുത് എന്തൊക്കെ മുരളീധരനെ കുറിച്ചും കരുണാകരനെ കുറിച്ചും DICയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്നിട്ട് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ മുരളീധരൻ സ്ഥാനാർത്ഥിയായി UDFന്റെ പാനലിൽ മത്സരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 21 സീറ്റ് DICക്ക് കൊടുക്കുന്നത് കണ്ടതാണ്. ഇതുപോലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ജോസ് കെ മാണി കോൺഗ്രസ് പിന്തുണയോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിക്കില്ലേ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതല്ലേ രാഷ്ട്രീയത്തിൽ? ഇന്നലെ രാവിലെ ഒന്ന് പറയുക, വൈകിട്ട് ഒന്ന് പറയുക, രാവിലെ ഒന്ന് പറയുക. ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനൊരു പ്രസ്ഥാനത്തെ കൂടെ കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ ഒരുപാട് സ്ഥലത്തെ വിശ്വാസ വഞ്ചനയുടെയൊക്കെ അതിൻ്റെയൊക്കെ കാര്യം ഞാൻ പറയാം. മൂന്നിലവിലൊക്കെ തിരിച്ചു വോട്ട് ചെയ്തവനൊക്കെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതൊന്ന്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എത്ര സ്ഥലത്ത് ആ സുൽത്താൻ ബത്തേരിയിൽ ഒരു മെമ്പറാണ് ആകെ കേരള കോൺഗ്രസ് ജയിച്ചത്. ഞങ്ങൾക്ക് ആ ഒരു മെമ്പറും കൂടെ കൂടിയ ഭൂരിപക്ഷം കിട്ടുക. ഞങ്ങളുടെ ചെയർമാൻ മത്സരിച്ചപ്പം ഇടതുപക്ഷത്തിൻ്റെ വോട്ടും വാങ്ങി അയാൾ ചെയർമാനായിട്ടിരിക്കുക. ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല. ഇപ്പോഴും സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് അവരുടെ പാർട്ടിയുടെ മുനിസിപ്പൽ ചെയർമാൻ. ഒറ്റ ആളെ ജയിച്ചുള്ളൂ UDFിൽ നിന്ന്. ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ വോട്ട് വാങ്ങി മുനിസിപ്പൽ ചെയർമാനായിട്ട് അവിടെ ഇരിക്കുക. ഇതാ ഇടുക്കി ജില്ലയിൽ 4 പഞ്ചായത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ജയിച്ചു മറുഭാഗത്ത് പോയിട്ട്. കോട്ടയം ജില്ലയിൽ ആ വെള്ളാവൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരാളെ ജയിച്ചുള്ളൂ. അയാളും കൂടെ കൂടിയാൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടണ്ട. നേരെ ഇടതുപക്ഷത്ത് കൂടി. അങ്ങനെ എത്ര എണ്ണമായി? ഈ കണക്കൊന്നും ഞങ്ങൾ പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ നെറിയും കുറിയൊക്കെ വേണം. അതില്ല എന്നുള്ളതാണ്. ശ്രീ KM മാണി 4-5 ദിവസം ഒളിവിലായിരുന്നു. ഞങ്ങൾ ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ മുഴുവൻ നേതാക്കന്മാരും വിളിച്ചു. അതിനു മുമ്പ് ഇവരുടെ 14 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ഇവരുടെ 6 പേരും ഞങ്ങളുടെ 8 പേരും ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചു. ജോസ് കെ മാണിയും ശ്രീ തിരുവഞ്ചൂരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിട്ട് കൃത്യമായ രേഖ എഴുതി. അടുത്തയാൾ ഇന്നയാൾ മത്സരിക്കും, അദ്ദേഹത്തെ 1 വർഷത്തേക്കുള്ള ടേമുണ്ട്, ഞങ്ങളുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് ആ 1 വർഷത്തേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ഞങ്ങളെ ആളെ രാജിവെപ്പിച്ചിട്ട് അവിടെ പോയി വീണ്ടും മത്സരിച്ച് CPMൻ്റെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് വലിയ വീരവാദം മുഴക്കുന്നു. ഞങ്ങളത് നന്നായി, ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാനതിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരള രാഷ്ട്രീയവും കേരള ജനതയും
അവരുടെ മുമ്പിൽ വഴിയിൽ കെട്ടിയ ചെണ്ട പോലെ ഇട്ട് അവരെ ഇട്ട് അടിച്ചു ഇന്നലെ ജനങ്ങൾ, കേരളത്തിലെ പ്രബുദ്ധരായ കേരള ജനത. അതോടുകൂടി നേരെ തിരിഞ്ഞു, ഒരു മുന്നണിയിലേക്കും പോകാൻ മേലാത്ത ഗതികേട് വന്നു. ഉടനെ മാപ്പ് പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു, ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ രാഷ്ട്രീയമായി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ എങ്ങനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുടെ അണികളെ ഞങ്ങൾക്ക് വിശ്വസിപ്പിക്കണ്ടേ? അവരോട് പറയണ്ടേ? പ്രതിപക്ഷത്ത് 1.5 കൊല്ലമായിട്ടിരിക്കുന്നു, എത്രയോ സമരങ്ങൾ, എത്രയോ ലാത്തി ചാർജുകൾ. അവിടെ ഒന്നുമില്ല. അവിടെ ഒക്കെ ഇത് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വസ്തു പോലെ കൊണ്ടുപോയി വെച്ചിട്ട് ഓരോരുത്തരുമായിട്ട് വില പേശിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഞങ്ങൾക്ക് ഗതിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്ഥിതിയിലേക്ക് ആ പാർട്ടിയിൽ എത്രയോ അവിടുത്തെ MLA-മാർ, ആ പാർട്ടിയുടെ 99% ആളുകളും അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അവരെ കൊണ്ടുപോയി പെരുവഴിയിലാക്കി. ശരി, അവരെ പെരുവഴിയിലാക്കി എന്നുള്ളതാണ് ആരോപണം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇതാണ് കോൺഗ്രസ് നിങ്ങളിൽ കാണുന്ന പ്രശ്നം. ശരി, ഇനിയിപ്പോൾ ദൗർഭാഗ്യകരമായി പോയല്ലോ. കെ മാണി തന്നെ അംഗീകരിച്ചല്ലോ ദൗർഭാഗ്യകരമായി പോയി എന്ന്. എന്നാൽ പിന്നെ CPIM-ന്റെ വോട്ട് വാങ്ങി നേടിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അങ്ങ് രാജിവെക്കണം, വെക്കുമോ? അതൊക്കെ അടുത്ത ദിവസം പാർട്ടിയുടെ കമ്മിറ്റി കൂടി, സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും. അതെടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ വികാര പ്രകടനം ഉണ്ടായി. അതിന്റെ പേരിൽ അവരങ്ങനെ മത്സരിച്ചു, ജയിച്ചു എന്നതിന് വരെ അവരെ പുറത്താക്കാനൊന്നും പറ്റില്ല. പുറത്താക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പുറത്താക്കാൻ പാടില്ലല്ലോ. ഒറ്റയ്ക്ക് നിൽക്കാൻ പാർട്ടിയുടെ അല്ലെങ്കിൽ ചെറൽക്കുന്ന് ക്യാമ്പിൽ തീരുമാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോയി. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കൽ ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാരോട് ഒന്നേ പറയുവാനുള്ളൂ. നിങ്ങൾ നോക്കണം, 2011 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ UDF അധികാരത്തിൽ വന്നത്? കേരള കോൺഗ്രസിന്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ടും കേരള കോൺഗ്രസിന്റെ ലയനം കൊണ്ടും മാത്രം. ഓർക്കണം, ശ്രീ PJ ജോസഫ് സാർ തൊടുപുഴയിൽ വിജയിച്ചു, ശ്രീ മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ വിജയിച്ചു, TU കുരുവിള കോതമംഗലത്ത് വിജയിച്ചു. ഇവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി MLA ആയിരുന്നവരാ. അവരെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിപ്പിച്ചു. കേരള കോൺഗ്രസ് എടുത്തു UDF-ലേക്ക്. KM മാണി സാർ വലിയ വില കൊടുത്തുകൊണ്ട് UDF-ലേക്ക് ലയിപ്പിച്ചതാ. കേരള കോൺഗ്രസ് പാർട്ടി വില കൊടുത്ത് ലയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 72 വോട്ടിന് UDF അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി എന്നും UDF-നെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് പറയരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ UDF മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KM മാണിയുടെ രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ KM മാണി സാറിന്റെ പാർട്ടിയുടെ ശക്തി കൊണ്ടാണ് എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. പിന്നെ ഇവിടെ എന്താ ഇപ്പം ഞങ്ങൾ വഞ്ചിച്ചു എന്ന് പറയുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കറിയാം 3 മന്ത്രിമാർക്കെതിരെ സമാനമായ ആരോപണമുണ്ടായി. കെ ബാബുവിനെതിരെയും മാണിക്കെതിരെ മാത്രമേ FIR ഇട്ടിട്ടുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്ന ആരോപണമാണല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഒറ്റ ചോദ്യം. ഒരു ശക്തിയാണ് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ്. ഇടതുപക്ഷത്തിന് പലപ്പോഴും കോട്ടയം ബാലികേറാമലയാകുന്നതിന് കാരണം കേരള കോൺഗ്രസും അവിടെ 2 പ്രബല കക്ഷികൾ ഉള്ളതുകൊണ്ടാണ്. അവരെ അങ്ങ് മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരെ മുന്നണിയിലെടുക്കാതെ കാണിക്കുന്ന രാഷ്ട്രീയ സാഹസികതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? ആ ബോധ്യം കോൺഗ്രസിനില്ലേ? വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളെ കൂട്ടിക്കൊണ്ട് എങ്ങനെ പോകും? കേരള കോൺഗ്രസിന് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് 99% ആളും ഞങ്ങൾ കുടുംബം പോലെ കഴിയുന്നതാണ്. പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പിൽപ്പെട്ട ശ്രീ KM മാണിയെയും മകനെയും CPM ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ വരുതിക്ക് നിർത്തിയിരിക്കുന്നു, അവരുടെ സൗകര്യമനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇത് വളരെ അപകടകരമാണ്. UDF-ന് അങ്ങനെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ട് ഏത് കളിക്കും നിന്ന് കൊടുക്കാൻ നിർബന്ധിതമായിട്ടുള്ള ആളുകളുമായി യോജിച്ച് ഞങ്ങൾക്ക് എങ്ങനെ പോകാനാകും? അതല്ലാതെ കേരള കോൺഗ്രസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന MLA-മാരെയോ കേരള കോൺഗ്രസിൻ്റെ ജില്ലയിലും സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരെ അവരെ ആരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരുമായിട്ടും ആലോചിക്കാത്ത സ്വന്തം രാഷ്ട്രീയം നടത്തുന്നു. ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങളുടെ അണികളെ ഞങ്ങൾക്ക് ശരി, അത് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, ആ നിലപാട് അത് ശാശ്വതമായിരിക്കുമോ? അടുത്ത തെരഞ്ഞെടുപ്പിലും അതേ നിലപാടുണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കണം. എന്തായാലും KM മാണി ഇന്നലെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചിരിക്കുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് പ്രാദേശിക തലത്തിലെ തീരുമാനമാണ്, മറിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമല്ല എന്ന് വിശദീകരിച്ചിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആന്റണി രാജു, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ MV ജയരാജൻ, ശ്രീ P പ്രസാദ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ.